വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും PSCയുടെ ഒളിച്ചുകളി. ആസൂത്രണ ബോർഡ് നിയമനത്തിനായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ നൽകിയില്ല. 7 ദിവസത്തിനകം വിവരങ്ങൾ നൽകാനായിരുന്നു കമ്മീഷൻ ഉത്തരവ്. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ഈ PSC നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയ വിവരങ്ങൾ ഇതുവരെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ആഴ്ചയാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരക്കടലാസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം എന്ന ഉത്തരവ് PSCക്ക് നൽകിയത്. പക്ഷേ ആ ഉത്തരവിന് പുല്ലുവില നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. PSC കത്ത് നൽകിയ അല്ലെങ്കിൽ ഉത്തരക്കടലാസിലെ മാർക്ക് വിവരങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയ ആൾക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള മറുപടി നൽകുക മാത്രമല്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ, അതായത് ഈ ആൾക്ക് ഉത്തരക്കടലാസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ PSCയുടെ നീക്കം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രേഖാമൂലം തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ച ആൾക്ക് മറുപടിയും നൽകിയിരിക്കുന്നത്. കാരണം ഈ ആസൂത്രണ ബോർഡിലെ ചീഫ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. ആ ചോദ്യപേപ്പറിലെ 9 മുതൽ 18 വരെയുള്ള ഉത്തരങ്ങൾ നോക്കിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യനിർണ്ണയം നടത്താതെ മാർക്ക് നിർണ്ണയിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പരാതി. ഒരു പക്ഷേ കൃത്യമായി മൂല്യനിർണ്ണയം നടത്തിയിരുന്നുവെങ്കിൽ പല ആളുകൾക്കും ഇപ്പോൾ റാങ്ക് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ ആളിനേക്കാൾ മുന്നിൽ എത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അതൊക്കെ വലിയ വിവാദങ്ങളായി നിലനിൽക്കുകയും അതിനുശേഷം ഈ മാർക്ക് കുറഞ്ഞ ആളുകൾ തന്നെ വിവരാവകാശ കമ്മീഷനെയും ഒപ്പം കോടതിയുമൊക്കെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നതും PSC നൽകാൻ തയ്യാറായതും. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ആസൂത്രണ ബോർഡിലെ ചീഫ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരക്കടലാസിലെ വിവരങ്ങൾ, മാർക്ക്, അഭിമുഖത്തിൻ്റെയും പരീക്ഷയുടെയും എഴുത്തുപരീക്ഷയുടെ മാർക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് നൽകിയത് അല്ലെങ്കിൽ അപേക്ഷ നൽകിയത്. പക്ഷേ ആ അപേക്ഷ തള്ളുകയായിരുന്നു. അത് നൽകാൻ കഴിയില്ല എന്ന് PSC പറയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിന് വെറും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ PSCയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PSC ഇറക്കിയ വാർത്താക്കുറിപ്പും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ PSC സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. PSCയുടെ അല്ലെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളിലും പൂർണ്ണതോതിൽ സഹകരിക്കും എന്നാണ് നേരത്തെ PSC ചെയർമാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ സഹകരിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ IG അജിത ബീഗം അവിടെ എത്തിയിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നെങ്കിൽ തന്നെയും അവർക്കും ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ്. അതായത് ഈ ഉത്തരക്കടലാസുകളും ഉത്തരക്കടലാസുകളിലെ ലഭിച്ച മാർക്ക്, ഒപ്പം അഭിമുഖത്തിന് ലഭിച്ച മാർക്ക്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കും വ്യക്തത വേണം. ഇനി അവർക്ക് ഇത്തരം വിവരങ്ങൾ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. എല്ലാ രേഖകളും PSC നൽകില്ല എന്ന് PSCയുടെ അധികൃതർ തന്നെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ PSCയുടെ പോക്ക് നേരത്തെ പറഞ്ഞിരുന്നും വ്യത്യസ്തമാണ്. കാരണം എല്ലാ അർത്ഥത്തിലും അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയല്ല PSCയുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് മൂടി വയ്ക്കാനുള്ള ഒരു നീക്കം PSCയുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇത് പുറത്ത് നൽകുന്നത്. എന്തായാലും ഇനി ഇത് ഒരു പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള വ്യവഹാരമായി മാറപ്പെടും. PSCക്ക് ഒരു പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവായിരിക്കും. കാരണം PSC പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരവും അവകാശവുമുള്ള ഒരു ബോഡിയാണുള്ളത്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല എന്ന ഒരു രീതി അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? ഒരു പക്ഷേ ഈ വിഷയങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കോടതിയുടെ അസാധാരണ നീക്കങ്ങൾ ഉണ്ടാകും. അതുവഴി ഇവർക്ക് എന്തായാലും ഈ വിവരങ്ങൾ നൽകിയേ മതിയാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും വിവരാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവിനെ പോലും അംഗീകരിക്കാത്ത തരത്തിലേക്കുള്ള PSCയുടെ പോക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം, PSCയുടെ അന്വേഷണം തന്നെ, അതായത് ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നു, അല്ലെങ്കിൽ ഈ ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ ക്രമക്കേടുകൾ നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ആദ്യഘട്ടത്തിൽ അവർ തള്ളിയിരുന്നു. പിന്നീട് ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുന്നു. അതിൽ
PSCയുടെ ബോർഡിലെ നല്ലൊരു വിഭാഗം ആളുകൾ അത്തരത്തിൽ കൺട്രോളറെ ചുമതലപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും കൺട്രോളർക്ക് ചുമതല നൽകുന്നു. വീണ്ടും അടുത്ത യോഗത്തിൽ വലിയ വിയോജിപ്പ് ഉണ്ടായതിനെ തുടർന്നാണ് ബിനോയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ഷജീർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷജീർ, എന്തായാലും യുവാക്കളെ വെച്ചുള്ള കളിയാണ് ഇപ്പോൾ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയ വിവരങ്ങളടക്കം വിവരാവകാശം കമ്മീഷൻ 7 ദിവസത്തിനകം നൽകണമെന്ന് പറഞ്ഞിട്ട് പോലും ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്ങനെ നോക്കിക്കാണണം ഈ ഒരു സാഹചര്യത്തെ? തികച്ചും നമുക്കറിയാം, നാട്ടിലെ ചെറുപ്പക്കാരെ തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളെ നിരാശപ്പെടുന്ന സമീപനമാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പൊ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണർ നേരിട്ട് പോയി ഉത്തരക്കടലാസ് കൊടുക്കണമെന്ന് ഇപ്പം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിൽ ആശങ്കയുണ്ടെങ്കിൽ അവർ ഉത്തരക്കടലാസ് ചോദിച്ചാൽ അത് കൊടുക്കണമെന്നുള്ള നിയമം നാട്ടിൽ നിലനിൽക്കുന്ന നിയമമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമായ PSC പോലും ആ നിയമത്തെ പാലിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കൂ, അവിടെ ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഫയലുകൾ കൈമാറുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി 7 അംഗ കമ്മിറ്റി രൂപീകരിക്കാൻ PSC ചെയർമാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണഘടനാ സ്ഥാപനമായ ആ PSCയിൽ പോലും ഏകപക്ഷീയമായി PSC ചെയർമാൻ തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പദവി സെക്രട്ടറി PSCയുടെ സെക്രട്ടറി നിലനിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് അധികാരം രൂപപ്പെടുത്തുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നിങ്ങൾ PSCയുടെ തീരുമാനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എല്ലാം ഏകപക്ഷീയമായി നിയമവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളാണ് PSC ഇതുവരെ കൈക്കൊണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അന്വേഷിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തുന്നത്? ഈ പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ ആളെ തന്നെയാണ്. അതായത് കൺട്രോളർ ഓഫ് എക്സാമിനേഷനെ അല്ലെങ്കിൽ പരീക്ഷാ കൺട്രോളറെയാണ് ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. എത്ര വലിയ വിരോധാഭാസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരുടെ കയ്യിൽ തന്നെ അന്വേഷണം ഏൽപ്പിക്കുന്ന സമീപനം PSC അവിടെ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഉത്തരക്കടലാസുകൾ കത്തിച്ചു കളയാൻ വേണ്ടി PSC തീരുമാനം എടുക്കുകയാണ്. അതായത് 600ഓളം പരീക്ഷയിലെ ഉത്തരക്കടലാസ് കത്തിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി PSC ചെയർമാൻ നേരിട്ട് തീരുമാനമെടുക്കുകയാണ്, ഉത്തരവെടുക്കുകയാണ്. ഏറ്റവും വിചിത്രമായ സംഭവങ്ങളാണ് PSCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാം, നിലവിൽ നമുക്ക് PSC എന്ന് പറയുന്നത് പരീക്ഷ നടത്താൻ വേണ്ടി മാത്രം അധികാരപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സ്പെഷ്യൽ റൂൾസ് ഒക്കെ നിലവിലുണ്ട്. നമുക്കറിയാം, അതിനകത്ത് യോഗ്യതാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്പെഷ്യൽ റൂൾസ് ആണ്. അപ്പൊ PSCക്ക് ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട യോഗ്യത കൂട്ടാനോ അല്ലെങ്കിൽ ഇന്ന യോഗ്യതയുള്ള ആളുകളെ മത്സരിക്കാവോ അല്ലെങ്കിൽ ഇത്ര യോഗ്യത കുറവുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാം എന്നൊന്നും പറയാനുള്ള കപ്പാസിറ്റി PSCക്ക് ഇല്ല. പക്ഷെ ഇവിടെ ഈ ഇറാറ്റ് നോട്ടിഫിക്കേഷൻ അടക്കമുള്ള, അതായത് ഇപ്പൊ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഇപ്പം ഈ മാർക്ക് പട്ടികയോ മറ്റെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ പുറത്തുവിടുമ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ, അക്ഷരപിശക് ഉണ്ടാകുമ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഇറാറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന റൈറ്റ് PSC ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപയോഗിച്ചുകൊണ്ട് ഈ യോഗ്യതകളെ വെട്ടിക്കുറയ്ക്കുന്ന രീതിയിൽ യോഗ്യത ഇല്ലാത്തവരെ പോലും എടുക്കുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ നൽകുന്നു. ചില ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചില തൽപര കക്ഷികളെ സഹായിക്കുന്നതിന് വേണ്ടി ടൈലർ മെയ്ഡ് നോട്ടിഫിക്കേഷൻ എടുക്കുകയാണ്. അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമുക്ക് വലിയ അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അനുരാജ് എന്ന് പറയുന്ന ഒരു ആള് അപ്പം കയർ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ജനറൽ മാനേജർ അല്ലെങ്കിൽ കയർ ബോർഡ് മാർക്കറ്റിംഗ് മാനേജറും അതുപോലെ തന്നെ റീജിയണൽ ഓഫീസർ 2 തസ്തികയിലേക്ക് 2 പരീക്ഷ നടത്തി. ആ 2 പരീക്ഷയിലേക്കും 1ാം റാങ്ക് നേടുന്നത് ഒരേ ആളാണ്, അനുരാജ് എന്ന് പറയുന്ന ആളാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആ റാങ്ക് കിട്ടിയ ആളാണ് കഴിഞ്ഞ 10 വർഷമായി അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ആ പദവിയിലിരിക്കുന്നത്. അപ്പൊ കരാറുകാരനെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള അസാധാരണ നീക്കങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള അസാധാരണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതെല്ലാം തികഞ്ഞും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ സർക്കാരിന് പോലും ഇടപെടുന്നതിന് നിരവധിയായിട്ടുള്ള പരിമിതികളുണ്ട്. ഒരാൾക്ക് പോലും ഒരു ഫയൽ പുറത്തുനിന്ന് അന്വേഷിക്കുന്ന ഒരാൾക്ക് ചെയർമാന്റെ അനുവാദമില്ലാതെ ഒരു ഫയൽ പോലും നീക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ, ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംരക്ഷണം, ആ കവചം, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് PSC മുമ്പോട്ട് പോവുകയാണ്. 100 കണക്കിന് ചെറുപ്പക്കാരെയാണ് തെരുവിലിറക്കിയിട്ടുള്ളത്. അർഹതപ്പെട്ട നിരവധി ആളുകളുടെ അർഹതപ്പെട്ട ജോലി തട്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രമായി PSC മാറി എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷമായി. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, PSC ചെയർമാൻ അടക്കമുള്ള ആളുകൾ സുതാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദ്യോഗാർത്ഥി ഉത്തരക്കടലാസ് ചോദിക്കുകയാണ്. ആ ഉത്തരക്കടലാസ് കൊടുത്താൽ തന്നെ പ്രശ്നം തീരും. അത് കൊടുക്കാതെ, ഉത്തരക്കടലാസ് കൊടുക്കാതെ വെച്ച് നീട്ടുകയാണ്. അപ്പം ഇതുപോലെ തന്നെ കയർഫെഡ് കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗാർത്ഥി ഉത്തരക്കടലാസ് ചോദിച്ചു. അപ്പം അതിനകത്ത് വലിയ ക്രമക്കേടുണ്ട്. സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കയർഫെഡ് കോർപ്പറേഷനിലെ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരക്കടലാസ് ചോദിച്ചപ്പോൾ വളരെ വൈകി. അവസാനം ആ കുട്ടി വലിയ നിയമ പോരാട്ടം നടത്തി ആ ഉത്തരക്കടലാസ് മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഉത്തരക്കടലാസ് കൈക്കലാക്കി അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ ഉദ്യോഗാർത്ഥി വലിയ ഞെട്ടലോട് കൂടിയാണ് ആ ഉത്തരക്കടലാസിനെ കണ്ടത്. കാരണം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരക്കടലാസല്ല, അതിനകത്ത് അദ്ദേഹത്തിന്റെ കൈയക്ഷരമല്ല, അദ്ദേഹത്തിന്റെ ഒപ്പല്ല.
അപ്പൊ PSC തന്നെ വ്യാജമായി ഉത്തരക്കടലാസ് കൊടുക്കുകയാണ്. ഒരാൾ വിവരാശ പ്രകാരം ഉത്തരക്കടലാസ് ചോദിക്കുമ്പോൾ PSC വ്യാജമായി ഉത്തരക്കടലാസ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. ഒരു ക്രിമിനൽ കോൺഫറൻസ് നടക്കുന്ന ഒരു ക്രിമിനൽ കുറ്റകൃത്യം PSCയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇപ്പൊ ഉത്തരക്കടലാസ് ഇല്ലെങ്കിൽ അതിന് പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്രമക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി വ്യാജമായി ഉത്തരക്കടലാസ് കൊടുക്കുന്നല്ലോ PSCയുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ ദുരൂഹമായ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് PSC മെമ്പർ അടക്കമുള്ള ആളുകൾ ആരാണ് അതിനകത്തിരിക്കുന്നത്? മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ അടക്കമുള്ള ആളുകൾ PSC മെമ്പർമാരാണ്. അപ്പൊ രാഷ്ട്രീയമായി സ്വാധീനിക്കപ്പെടില്ല എന്ന് ആരാണ് കണ്ടത്? ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഒരു നിയമനം കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള സ്വജനപക്ഷപാതമാണ്. ഇപ്പൊ PSC അടക്കമുള്ള ബോർഡ് എന്തിനാണ് ഞാൻ പറയില്ല, എത്ര ആളുകളാണ് ഇവിടെ തെരുവിൽ സമരം ചെയ്യുന്നത് ഒരു ജോലിക്ക് വേണ്ടി? ഈ PSC EMOമാർക്ക് 4 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ട് എന്ത് ഗുണമാണുള്ളത്? ഒരാൾക്കെങ്കിലും പണി കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ PSC മാറ്റിയിട്ട് ഈ ബോർഡിനെ തന്നെ നശിപ്പിക്കുന്ന, അതിനെ കുഴിച്ചു മൂടുന്ന സമീപനമല്ലേ എടുക്കുന്നത്? അപ്പൊ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം അവരുടെ പിൻവാതിൽ നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഏജൻസി അതിനെ മാറ്റി. നിങ്ങൾ നോക്കൂ, PSC ചെയർമാന്റെ ഡ്രൈവറിന്റെ ഭാര്യ അവിടെ ജോലി ചെയ്യണം. അപ്പം ഈ രീതിയിൽ അത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു. നമ്മളൊക്കെ വിചാരിക്കും മറ്റു വകുപ്പുകളാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ PSCയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര ക്രമക്കേട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലും PSC ഒളിച്ചുകളി തന്നെയാണ് ഇനിയും തുടരാൻ ഇടയാക്കുന്ന സാഹചര്യമെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം കൂടുതൽ പ്രതിഷേധത്തിലേക്ക് അടക്കം ഇടയാക്കാൻ അല്ലെങ്കിൽ കടക്കാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അടക്കം നീങ്ങുന്നുണ്ടോ? അത് ഞങ്ങൾ നിരന്തരമായി സമരത്തിലാണ്. ഞങ്ങൾക്ക് അതിനകത്ത് PSC ഓഫീസ് മാർച്ച് നടത്തി ഈ PSC ചെയർമാൻ അടക്കം ഉപരോധിക്കുന്ന നടപടിയിലേക്ക് പോയി. നമുക്കറിയാം പിന്നീടും നമ്മളാണ് UDF ആണ് സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് സമരങ്ങൾ വളരെ സമാധാനത്തോടുകൂടി നടത്തണമെന്ന് ആഗ്രഹിച്ചു. നമ്മൾ അതുകൊണ്ട് നിരവധിയായിട്ടുള്ള പരാതികൾ, ഒരു പരാതി പ്രളയം തന്നെ അവിടെ ഉണ്ടായപ്പോൾ പരാതിപ്പെട്ട് സ്ഥാപിച്ചു. അപ്പം ആ ഉദ്യോഗാർത്ഥികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പം നിരന്തരമായി നമ്മൾ സമരത്തിലാണ്. നമുക്കറിയാം ഇതിനകത്ത് 100% നിഷ്പക്ഷമായി നീതിപൂർവമായി പരീക്ഷകളും മറ്റും നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് യൂത്ത് കോൺഗ്രസ്. സമരങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമുക്കറിയാം ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായി സമരവുമായിട്ട് മുമ്പോട്ട് പോകും. കാരണം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതൊരു യുവജന സംഘടന എന്ന് പറയുമ്പോൾ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുക, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ മൗലികമായ ഉത്തരവാദിത്തമാണ്. നമുക്ക് DYFI SFI എന്ന് ചോദിച്ചാൽ ഇപ്പൊ കാണാൻ പോലും ഇല്ല. അവർക്കൊന്നും സമരത്തിന് നേതൃത്വം കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം സമരം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് തിരിഞ്ഞാണ്. കാരണം അവരുടെയൊക്കെ നേതാക്കളുടെ ഭാര്യമാരൊക്കെ ക്രമവിരുദ്ധമായി ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരിപ്പോ ഈ സമരം ചെയ്ത ആ റാങ്ക് പട്ടിക റദ്ദാക്കേണ്ട ഒരവസ്ഥ വരും. അവരുടെ ഭാര്യമാർക്ക് കിട്ടേണ്ട ജോലികൾ നഷ്ടപ്പെടും. അപ്പൊ അവിടെയാണ് പ്രശ്നം. DYFI SFI ABVP ഒന്നും സമരത്തിന് ഇറങ്ങാത്തൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല. നമ്മളൊക്കെ ഈ അധികാരം കിട്ടുമ്പോൾ സമരമൊക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പൊ കുറെ ആളുകളെയൊക്കെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിലേക്ക്, സംഘടനാ പ്രവർത്തനം മാറണമെന്ന് ആഗ്രഹിച്ച് നിന്ന ആളുകളുണ്ട്. പക്ഷെ എന്ത് പറയാൻ, ഇത് ഈ 10 കൊല്ലമായി നടത്തിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും ആ അഴിമതികൾക്ക് അല്ലെങ്കിൽ അതിനകത്ത് കുറ്റം ചെയ്ത ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ശരി, നന്ദി. എന്തായാലും അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു ക്രമക്കേട് തന്നെയാണ് PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിരവധി ഉദ്യോഗാർത്ഥികളെ വഴിയാധാരമാക്കുന്ന ഒരു നടപടി. ഇപ്പോൾ പരീക്ഷയുടെ മൂല്യനിർണ്ണയ വിവരങ്ങൾ പോലും ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ PSC തയ്യാറാകാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് അടക്കം യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് അടക്കം കടക്കുമെന്നൊരു നിലപാടിലേക്കാണ് അദ്ദേഹവും എത്തുന്നത്. ബിനോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും കൂടുതൽ നടപടി അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കാൻ തയ്യാറാണ് തങ്ങളെന്നൊരു നിലപാടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് അടക്കം എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘം അവരുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം അടക്കം തുടരുന്ന സാഹചര്യം കൂടിയാണ്. എങ്ങനെയായിരിക്കും ഇനി PSCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണവും തുടർ നടപടികളും അടക്കം? തീർച്ചയായും PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നിയമപരമായ ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് PSCക്ക് അധികം നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി രേഖാമൂലമാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. കാരണം ഒരാൾ എഴുതിയ പരീക്ഷയുടെ ഉത്തരക്കടലാസ് അയാൾക്ക് കാണുന്നതിനും ഒപ്പം തന്നെ മാർക്ക് അറിയുന്നതിനുമുള്ള എല്ലാ അവകാശങ്ങളും സംസ്ഥാനത്തുണ്ട്. അത്തരത്തിൽ ഒരു അവകാശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഉത്തരക്കടലാസുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകണം. അതായത് എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖ പരീക്ഷയ്ക്കും കിട്ടിയ മാർക്കുകൾ നൽകണം എന്നുള്ളതാണ്. പക്ഷേ ആ ഉത്തരവിനെ പോലും പുല്ലുവില നൽകിക്കൊണ്ട് പകരം ഒരു മറുപടി നൽകിയിരിക്കുന്നത് നൽകാൻ ആകില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ PSC എത്ര കണ്ട് ഈ അന്വേഷണത്തിനോട് സഹകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം PSCക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് എത്തിയിരിക്കുന്നത്. ഒരു IG ഉൾപ്പെടെയുള്ള സംഘം അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അവരുടെ സംവിധാനം അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംവിധാനം
സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഏകദേശം 20-ലധികം പരാതികളാണ് ഈ PSCയുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ പരാതികളെല്ലാം തന്നെ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ PSC സഹകരിച്ചാൽ മാത്രമേ അന്വേഷണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത്തരത്തിൽ PSC സഹകരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന വിഭാഗങ്ങൾക്ക് ഒരു പക്ഷേ നിയമപരമായി നീങ്ങേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിലേക്ക് വരും. അത് മാത്രവുമല്ല, ശക്തമായ സമരത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.